വീര സവർക്കറെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ കളി കോൺഗ്രസ് അവസാനിപ്പിക്കണമെന്ന് ഉദ്ധവ് താക്കറെ. സവർക്കർ രാജ്യത്തിനു വേണ്ടി വളരെയധികം സംഭാവനകൾ നൽകിയ വ്യക്തിയാണ്. സവർക്കറെ അവഹേളിക്കുന്ന രാഹുലിന്റെ പരാമർശങ്ങൾക്കെതിരെയാണ് പ്രതികരണം. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി ഉദ്ധവ് താക്കറെ കൂടിക്കാഴ്ചയും നടത്തി. सावरकरांचा विषय आहे. कर्नाटकमध्ये विधानसभेत काँग्रेस सरकार सावरकरांची मला एक गोष्ट असं वाटते की काँग्रेस असो वा भारतीय जनता पक्ष असो यांनी आता सावरकर आणि भाजपने सुद्धा नेहरू बोलणं सोडलं पाहिजे. कारण आताचा हा जो काळ आहे तो काळ आपल्याकडे बघतोय की त्यावेळेला त्यांनी जे काय करायचं ते करून गेले, तुम्ही काय करतात. त्याच्यामुळे अगदी मोदींनी सुद्धा नेहरूंचं रडगाणं आता बंद करावं आणि काँग्रेसने आता सावरकरांच्या नावाने बोलणं बंद करावं. कारण दोघंही आपापल्या जागी होते. आपण काय करणार आहोत हे लोकांना आता दाखवावं. आणि मुळामध्ये सावरकरांना भारतीय जनता पक्षाने एकदा भारतरत्न द्यायला काय हरकत आहे? का देत नाहीये? द्या ना त्यांना भारतरत्न. मागे जेव्हा കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, രാഷ്ട്രീയമായി ഏറെ ചലനങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന ഒരു നിലപാടാണ് ഉദ്ധവ് ഠാക്കറെയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. രോഹിണി, വീര സവർക്കറെ നിരന്തരം അപമാനിക്കുന്ന കോൺഗ്രസിനെതിരെ ശിവസേന ഉദ്ധവ് ഭാഗം നിലപാട് ഘടിപ്പിച്ചിരിക്കുകയാണ്. സവർക്കറെ ഇകഴ്ത്തുന്നതിൽ നിന്നും കോൺഗ്രസ് പിന്മാറണമെന്നാണ് സഖ്യകക്ഷി എന്ന നിലയിൽ ശിവസേന ഇപ്പോൾ വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതാദ്യമായല്ല ശിവസേന ഈ കോൺഗ്രസിനെതിരെ നിലപാടെടുക്കുന്നത്. നേരത്തെയും സമാനമായ രീതിയിൽ രാഹുൽ വീരസവർക്കറെ അപമാനിച്ചതിൽ കൃത്യമായ നിലപാട് ഉദ്ധവ് ഭാഗം എടുത്തിട്ടുണ്ട്. പാർലമെന്റിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പാർലമെന്റിനുള്ളിൽ സവർക്കറെ അപമാനിക്കാൻ രാഹുൽ തുനിഞ്ഞതോടെയാണ് കോൺഗ്രസിന് താക്കീതുമായി ഉദ്ധവ് ഭാഗം നേരിടെത്തിയത് എന്നുള്ളതാണ് ശ്രദ്ധേയം. വിനായക് സവർക്കർ രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളിയാണെന്നും സവർക്കറെ അപമാനിക്കുന്നത് കോൺഗ്രസ് അവസാനിപ്പിക്കണമെന്നുമാണ് ഇന്ന് ഒരു വാർത്താ സമ്മേളനത്തിൽ ഉദ്ധവ് താക്കറെ ആവശ്യപ്പെട്ടത്. വി.ഡി. സവർക്കർ തന്റെ ആരാധന കഥാപാത്രമാണെന്നും അദ്ദേഹത്തെ അപമാനിക്കുന്നതിൽ നിന്നും കോൺഗ്രസ് വിട്ടുനിൽക്കണമെന്നും ഉദ്ധവ് താക്കറെ കഴിഞ്ഞ വർഷവും ഏതാണ്ട് ഇതേപോലെ തന്നെ സഭാ സമ്മേളന കാലയളവിൽ തന്നെ നേരത്തെ അന്തിമ താക്കീത് നൽകിയതായിരുന്നു. ത്യാഗത്തിന് പ്രതീകം കൂടിയായ സവർക്കർ തങ്ങൾക്ക് ദൈവത്തെ പോലെയാണെന്നും രാഹുൽ സവർക്കറെ താഴ്ത്തിക്കെട്ടുന്നത് തുടർന്നാൽ പ്രതിപക്ഷ സഖ്യത്തിൽ വിള്ളലുണ്ടാകുമെന്നും അന്ന് ഉദ്ധവ് താക്കറെ മുന്നറിയിപ്പ് നൽകിയാണ്. ഇപ്പോൾ വീണ്ടും സമാനമായ രീതിയിൽ ഉദ്ധവ് താക്കറെ കോൺഗ്രസിന് അന്തിമ താക്കീതുമായി രംഗത്തെത്തുകയാണ്. ഇതിലൂടെ വ്യക്തമാകുന്നത് ഇന്ത്യ സഖ്യത്തിലുള്ള വിള്ളൽ തന്നെയാണ്. നേരത്തെയും ഈ സവർക്കർക്ക് എതിരെ നിലപാടെടുക്കുന്ന കോൺഗ്രസിന്റെ നയങ്ങളെ കൃത്യമായി ഉദ്ധവ് താക്കറെ വിഭാഗങ്ങൾ വിമർശിച്ചിരുന്നു. മാത്രമല്ല നിർമ്മാണത്തിന്റെ ഭാഗമായി കൂടി നിൽക്കുന്ന സവർക്കറുടെ ജീവത്യാഗം മനസ്സിലാക്കാൻ ആൻഡമാൻ നിക്കോബാറിലെ ജയിലിൽ കോൺഗ്രസ് നേതാക്കൾ പോകണമെന്നടക്കമുള്ള നിലപാടായിരുന്നു വിഭാഗം എടുത്തിരുന്നത്. ഇപ്പോൾ അന്തിമ താക്കീതാണ് കോൺഗ്രസിന് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം എൻ.സി.പിയും ഉദ്ധവ് ഭാഗവും അതേപോലെ തന്നെ കോൺഗ്രസും ചേർന്ന സഖ്യമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ബി.ജെ.പിയെ നേരിട്ട് കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ട സ്ഥിതിയുണ്ടായത്. ഇപ്പോൾ വീണ്ടും കൃത്യമായി തന്നെ ഒരു സഖ്യകക്ഷിക്ക് തന്നെ മുന്നറിയിപ്പ് നൽകുന്ന ഒരു നിലപാടിലേക്ക് ഉദ്ധവ് വിഭാഗം പോയിരിക്കുകയാണ്. ഇതിനിടയിൽ തന്നെയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി ഉദ്ധവ് താക്കറെ കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള വാർത്തകൾ കൂടി വെളിവരുന്നത്. ഏതായാലും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണ്. ശക്തമായ നിലപാടാണ് ഉദ്ധവ് താക്കറെ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. രോഹിണി.